ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വയനാടുള്ളത്. നമ്മൾ കുറച്ച് പൈസ നമുക്ക് പിരിച്ചിട്ടിട്ടുണ്ട്. പിരിച്ചും പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ളതും കൂടി കൂട്ടിയിട്ട് ഞങ്ങളത് അവിടെ ക്യാമ്പിലുള്ള ആൾക്കാർ കൊടുക്കാനുണ്ടെന്ന് വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ. അപ്പോൾ അകത്തേക്കൊന്നും പ്രവേശനമില്ല, അങ്ങോട്ട് കിടക്കാനും പറ്റില്ലെന്നാണ് പറഞ്ഞത്. നമ്മൾ പെർമിഷൻ എടുത്തിട്ടുണ്ട്. പെർമിഷൻ കിട്ടി. ഇപ്പോൾ നമ്മൾ താമരശ്ശേരിയാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ആർമി, പോലീസ്, ഫയർഫോഴ്സ്, അങ്ങനെ പിന്നെ പുറത്തുനിന്നുള്ള കുറേ സംഘടനകൾ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ഭാഗമായാലും തെരച്ചിലിൻ്റെ ഭാഗമായാലും ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ ചൂരൽമല ടൗണാണ് കാണുന്നത്. കുറേ ആൾക്കാരൊക്കെ പോവാണ് ഇവിടെ നിന്ന്. എനിക്ക് വേറെ ഒന്നും പറയാനൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് പറഞ്ഞാണ് നമ്മുടെ സ്ഥലം, കാര്യങ്ങളൊക്കെ. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ പോയതല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഫണ്ടൊന്ന് കൊടുക്കാൻ വേണ്ടി പോയതാണ് ആരുടെ കയ്യിൽ. നമ്മളൊക്കെ ഒന്നാവുന്നത് ഇതൊക്കെ അപ്പം മുണ്ടയ്ക്കൽ ഭാഗത്തേക്കുള്ള ആൾക്കാരുടെയൊക്കെ വണ്ടികളാണ് കൂടുതലും. ചൂരൽമല ടൗണിൻ്റെ ബാക്ക് സൈഡിലുള്ള ഭാഗമാണ് ഈ കാണുന്നത്. നമുക്കിപ്പോൾ നോക്കുത്തി നിൽക്കാനേ നമുക്ക് സാധിച്ചുള്ളൂ. ആ കാണുന്നൊരു ബൈക്കാണ്. അതിൻ്റെ ഒക്കെ ഒരു ടയർ മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ബൈക്കാണെന്ന് തന്നെ മനസ്സിലാവില്ല. ചില കാറൊക്കെ ഉണ്ടത്, ഇത് കാറാണ്. ഒന്നും മനസ്സിലാവണില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പം എന്ത് തീവ്രത ആയിരുന്നു നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അവിടെ നിന്ന് പൊട്ടി നേരെ അതിലേക്ക് ഇറങ്ങി, സ്കൂളപ്പുറത്താണ് ആ സൈഡിൽ, അതിലേക്ക് ഇറങ്ങി ഇതിലേക്ക് വന്ന് ടേൺ ചെയ്ത് ഇങ്ങനെ റൗണ്ട് അടിച്ച് പോയി. ഈ ഏരിയയിൽ കംപ്ലീറ്റ് വീടുകളൊക്കെ ഉണ്ടായതാണ്. ഒന്നുമില്ല അവിടെ ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ചിന്തിക്കാൻ തന്നെ ശരിക്കും പറ്റില്ല ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ. നമ്മുടെ കണ്ണ് നിറഞ്ഞു നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഈ അവസ്ഥ ഉണ്ടപ്പോൾ തന്നെ. നിങ്ങളെന്തെങ്കിലും കൊടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ 2-3 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ വന്നാൽ മതി. നമ്മുടെ അവിടുത്തെ ഒരു ചേട്ടൻ ആ ദുരിതത്തിൽ ആളുടെ വീടും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ആൾ പറഞ്ഞതാണ് ഇപ്പോൾ ആവശ്യത്തിലധികം സാധനങ്ങൾ അവിടെ ഉണ്ടെന്ന് ആൾ പറഞ്ഞത്. ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഭക്ഷണ സാധനങ്ങൾ ഇഷ്ടംമാതിരി അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ആൾ പറയുകയും ചെയ്തു. അവർക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാണ്ടാവില്ല. അവരെ ഇഷ്ടത്തിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വെച്ചാൽ അവരുടെ കാശ് കാര്യങ്ങളൊന്നുമില്ല, പണിക്ക് പോകാനും പറ്റില്ല. നമുക്കിപ്പോൾ പൈസ കൊടുക്കുകയാണെങ്കിൽ ക്യാമ്പറിലെ കൊണ്ട് ഓരോരുത്തർക്ക് പൈസ ചെറുതായിട്ട് സംഭാവന ചെയ്യുന്ന അത്രയ്ക്കും നല്ലതായിരിക്കും. ജസ്റ്റ് വരുന്ന ആൾക്കാരെയൊക്കെ എല്ലാവരും പോലീസോട് തടയുന്നുണ്ട്. അപ്പുറത്ത് മുണ്ടയ്ക്കൽ ഭാഗത്തേക്കുള്ള ആൾക്കാരെ മാത്രമേ കടത്തി വിടുന്നുള്ളൂ. അത് ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കടത്തി വിടുന്നുള്ളൂ. ഈ കാണുന്ന ജീപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിരുന്നു. 20 ജീപ്പായിരുന്നു താഴത്തെ കിടന്നിരുന്നത്. അത് വലിച്ച് മുകളിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ആ താഴത്തേക്ക് ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ അടുത്ത സൈഡിലോട്ട് വഴിയുണ്ട്. അത് താഴത്തേക്ക് ഞാൻ ഇറങ്ങി ജസ്റ്റ് നോക്കിയാണ്. ഇതൊക്കെയാണ് ഇവിടെ അക്ഷയ കേന്ദ്രമാണ് അത് കാണുന്നത് കേട്ടോ. പിന്നെ ഈ സൈഡിൽ വരുമ്പോൾ ഒരു ജീപ്പ് കിടക്കുന്നുണ്ട്. അതൊക്കെ നശിച്ച് പോയില്ല ജീപ്പ് ശരിക്കും പറഞ്ഞാൽ ഒഴുകി. പക്ഷേ ആ കാറുകളുടെ ഒക്കെ അവസ്ഥ ഭയങ്കര മോശമാണ് കേട്ടോ. അതൊക്കെ ആകെ പോയി ശരിക്കും പറഞ്ഞാൽ. ടവേര കിടക്കണം, ടവേര കാറ്. നമ്മളൊരു 2-3 മാസം കഴിയുമ്പോൾ നമുക്ക് ആർക്കെന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ അപ്പോൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത്രയ്ക്ക് ഉപകാരമായിരിക്കും. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരുപാട് സാധനങ്ങളുള്ളതുകൊണ്ട് ആളെൻ്റെ അടുത്ത് അതാണ് പറഞ്ഞത്. മക്കളെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരണമെങ്കിൽ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ പൈസ ആൾ വാങ്ങിച്ചു, കൈനീട്ടി വാങ്ങിച്ചു. ഒത്തിരി കരഞ്ഞു വിട്ട ആൾ. നമുക്കും അത് സങ്കടമായി. കാര്യം എവിടെ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ ചാലക്കുടിയിൽ നിന്നാണ് എന്ന് പറഞ്ഞു. റസാഖ് എന്നാണ് ഈ കട പേര്. അവിടെ മഹലാപ്പള്ളി കമ്മിറ്റിയിലെ അംഗം കൂടിയാണ് പുള്ളി. ലാസ്റ്റ് ഞങ്ങൾ മുണ്ടയ്ക്കല്ലല്ല, നമ്മുടെ മേപ്പാടി ടൗണിൽ നമ്മൾ ആളച്ച് കണ്ടിരുന്നു. മേപ്പാടി ടൗണിൽ തുടങ്ങിയ ക്ലോസാണ്. അങ്ങോട്ട് ആൾക്കാർ കാർഡ് മാത്രം ചെക്ക് ചെയ്തിട്ടേ കടത്തി വിടുള്ളൂ. അത് വേറെ കാര്യം. മേപ്പാടി സെൻറ്ററിൽ തന്നെ ആളെ വെച്ച് കണ്ടിരുന്നു നമ്മൾ. അപ്പോൾ ആളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ആൾ നമ്മുടെ അടുത്ത് അങ്ങോട്ട് വിട്ടോളം പറഞ്ഞു. അവിടെ ആ സൈഡിലോട്ട് പൊക്കോ. അപ്പോൾ നമ്മൾക്ക് ആൾ ഹെൽപ്പ് ചെയ്ത് തന്നു, കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇന്നലെയൊക്കെ എത്രയോ പേര് അവിടെ വന്നിട്ടുണ്ട്. ആരെയും കയറ്റി വിടുന്നൊന്നുമില്ല കേട്ടോ അങ്ങോട്ട്. അത് ഈ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അവിടെ പോയി വീഡിയോ എടുക്കാനോ എന്തെങ്കിലും കാര്യത്തിനാണ്ട് പോയിട്ടുണ്ടെങ്കിൽ കാര്യമില്ല, കടത്തി വിടില്ല. നമ്മൾ തന്നെ ഇപ്പോൾ
400 കിലോമീറ്റർ മൊത്തം ഓടി അങ്ങോട്ട് ടു സൈഡ് കൊണ്ട് കൂടിയിട്ടേ 400 ചില്ലറ അങ്ങോട്ട് ഓടിയുണ്ട് മൊത്തം. ഞാൻ ചില കാലത്ത് വെളുപ്പിന് 4 മണിക്ക് പുറപ്പെട്ട് അവിടെ രാവിലെ ആയതുകൊണ്ട് നേരത്തെ എത്തി. നമ്മൾ ഒരു 9 മണി 10 മണി നമ്മൾക്ക് അവിടേക്ക് എത്തി. പിന്നെ അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്ത് പിന്നെ 2-3 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. 2:30 അവിടെ നിന്ന് ഇറങ്ങി. 2:30 3 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയത്. വീടെത്തിയപ്പോൾ ഞാനെത്തിയപ്പോൾ 12 മണി ആ ടൈമായി. പക്ഷെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നത് അവൻ കുറച്ച് നേരത്തെ പോകുന്നു വെച്ചാൽ ഞങ്ങൾ പകുതിച്ച് ഞാൻ കുറച്ച് സ്റ്റേ ചെയ്യേണ്ടി വന്നു. വണ്ടി പിടിച്ച് കുറച്ച് ടയർഡായപ്പോൾ അവൻ വിട്ടു പോന്നു. അപ്പോൾ ഈ കാണുന്നത് കണ്ട ആ ഉയരത്തിൽ കുറേ കമ്പ് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വന്നിട്ടുണ്ടാവായിരിക്കാം ചിലപ്പോൾ. ചെളിയൊക്കെ താഴത്ത് കാണുന്നുള്ളൂ. ആ സൈഡിൽ ഒരു ആലുണ്ട, അവിടെ അമ്പലം ഉണ്ടായിരുന്നു, ഒരു പാലുണ്ടായിരുന്നു. ആ കാണുന്ന ഡെയിലി പാലമാണ് ഇപ്പോൾ പട്ടാളക്കാർ നിർമ്മിച്ച ഡെയിലി പാലം. ആ സൈഡിലൊരു അമ്പലമുണ്ട്. അതൊന്നുമില്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുള്ളതായിരിക്കാം. പക്ഷെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും. നമ്മൾ 2018 ഫ്ലഡിൻ്റെ കാര്യമൊക്കെയാണ് ഞാൻ ആലോചിച്ചത്. കണ്ട ആ ഭാഗത്താണ് അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആല് മാത്രമുണ്ട്. 2018 നമ്മളവിടെ ഫ്ലഡ് വന്നപ്പോൾ ഉള്ള ഒരു സ്മെല്ലുണ്ട്, ചെളിയുടെയും ഒരു സാധനങ്ങൾ ചെയ്യുന്ന സ്മെല്ല്. ആ സ്മെല്ലായിരുന്നു ഉണ്ടായത്. പക്ഷെ നമ്മൾ അന്ന് നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയുള്ളൂ. അത് വെള്ളം ഇങ്ങനെ പൊന്തി വന്നതാണ്. നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഇതുണ്ട്. ഇതങ്ങനെയല്ല. ഇത് മണ്ണും കല്ലും മരം ഈ എല്ലാം കൂടെ ഒലിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ പറയാൻ പറ്റില്ല. വേറൊരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ കാണുന്ന കണ്ട ഈ മരം, ഇത് എന്ത് വലിയ മരം എന്ന് പറയും. ഈ മരം തടി ശരിക്കും ഒരു 4-5 ആൾ വട്ടം പിടിച്ചാൽ എത്തുള്ളൂ ഈ മരം. ഈ മരത്തിൻ്റെ ചില്ലകളോ കാര്യങ്ങളൊന്നുമില്ല, വേര് കടഭാഗങ്ങളൊന്നുമില്ല, പകുതി കട്ടായിപ്പോയി ഈ മരം. അപ്പോൾ ആ അവസ്ഥ ആലോചിച്ചാൽ മതി. എത്ര ഫോഴ്സിൽ എത്ര ഇതിൽ വന്നിട്ടായിരിക്കാം ഇത് ഇപ്പം നമ്മൾ നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ. ഞങ്ങൾ നടന്നപ്പോൾ ഞങ്ങൾക്ക് പേടിയാവും. കാരണം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അടിയിലൊക്കെ ആരെങ്കിലും ഉണ്ടാവുമോ എന്നൊരു ഭയം. കുറേ പേരെ ഇനി കിട്ടാനുണ്ടല്ലോ. ഇതൊക്കെ ഈ അടുത്തിട്ട ഷീറ്റുകളാ, ഒരു തുരുമ്പോലും ഇല്ല. എത്രയോ പൈസ എത്രയോ ഇതൊക്കെ വന്ന് പോയ ആൾക്കാർ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സങ്കടമല്ല. ആരും ചിരിച്ച ഒരു മുഖം അവിടെ കാണാൻ പറ്റിയില്ല നമുക്ക്. ഒരു വീട്ടിൽ വന്നിട്ട് ഒരു സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാം നല്ല വലിയ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ താഴത്തുണ്ടായ വീടുകൾ കുറേ ഉണ്ടാക്കി ആ ഭാഗത്തൊക്കെ ഉള്ള വീടുകളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ശരിക്കും അതൊക്കെ പോയി ശരിക്കും. ഇതിൻ്റെ കാലിൽ ഒഴുക്കിപ്പെട്ട് പോയിണ്ടാവും. റേഷൻ കടയിൽ നിന്നിട്ടാണ് കാണുന്നത്. ഇല്ല ചൂരൽമല ടൗൺ ഒന്നും തന്നെയില്ല. ചെളിയൊക്കെ നീക്കാണ്, സൈഡിലോട്ട് ഒതുക്കിയിട്ടാണ് അവർക്ക് മറ്റേ ക്രേമിച്ചിട്ട് നിറച്ച് ചെളിയായിരുന്നു. റേഷൻ കടയിൽ അരിയൊക്കെ ആകെ നമ്മുടെ ആർമിക്കാർ നിർമ്മിച്ച ഡെയിലി പാലം. ഒരു വണ്ടിക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് വന്നാൽ മലയാളം പാസ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ സ്കൂൾ കാണാണ്ട. സ്കൂളിൻ്റെ അടുക്കാൻ ഞങ്ങൾ പോയില്ല ശരിക്കും പറഞ്ഞാൽ. നമുക്ക് അവിടെ ഇവിടെ നോക്കിയിട്ടൊരു മനസ്സ് ചത്ത പോലെ ശരിക്കും പറഞ്ഞാൽ. ഒരു കല്ലുകളാണ് ഇതൊക്കെ. അവിടെ നിന്ന് കല്ലുകളാണ്. ഞങ്ങളൊന്ന് തിരിഞ്ഞാൽ പോയിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പുറത്തെ റോഡ് മുട്ടിക്കണ പാലമാണ് ശരിക്കും പറഞ്ഞപ്പോൾ. അന്ന് ആൾക്കാരെ കടത്തിയിരുന്ന ചെറിയ പാലം. ഞങ്ങൾ ഇത്ര നേരം ഷൂട്ട് ചെയ്ത് ആ സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്ത കേട്ടോ. ഇതാണ് അമ്പലം. ഈ സൈഡിൽ അമ്പലം ഉണ്ടായത്. അമ്പലത്തിൻ്റെ തറ മാത്രമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഒരുപാട് ഇത് നമ്മുടെ DYFI ആൾക്കാരാണ്, മറ്റേ സംഘടനകളുടെ ആൾക്കാർ. ഇതിൻ്റെ ഭാഗമായിട്ട് വന്നാണ്, രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വന്നാണ്. മേപ്പാടി കുറച്ചാണ് ചെല്ലുമ്പോഴാണ് അവിടെ സ്കൂളുള്ളത്. അവിടെ സ്കൂളിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. നമ്മളവിടെ പോയി കണ്ടിരുന്നു എല്ലാവരും. കല്ലിൻ്റെ വലിപ്പം കണ്ട. ചെറിയൊരു കല്ല് നമ്മുടെ തല പൊട്ടും. ഇത്രയും വലിയ കല്ലൊക്കെ ആലോചിച്ച് നോക്കി പറയാൻ സങ്കല്പിക്കാൻ കൂടി പറ്റണില്ല. നോക്കത്തിയായിട്ട് ഇങ്ങനെ നിൽക്കുക. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക, ഒന്നും പറയാനില്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ വോയിസ് ഓവർ ചെയ്താണ് ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ എനിക്ക് സംസാരിക്കാൻ തന്നെ പറ്റണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, വെള്ളവും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ കൊടുക്കുന്നുണ്ട്. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ നാട്ടിലുള്ള ആൾക്കാർക്ക് തിരയാം എന്നുള്ള ഇതായിരുന്നു. അവിടെ നാട്ടിലുള്ള ആൾക്കാരെ തിരയാം.
അപ്പോൾ അതുകൊണ്ട് ഭാഗമായിട്ട് അവിടുത്തെ ആൾക്കാർ തിരയുന്നുണ്ട്. ഇനി തിരഞ്ഞിട്ടും കാര്യമില്ല, എന്നാലും തിരയുന്നുണ്ടായിരുന്നു കേട്ടോ.